हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് 30 മെയ് 2026 ഇന്ത്യയിലിപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4:30 മണിയാണ്. പ്രേക്ഷകരെ, രാഹുദ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹുദയുടെ 4 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിലെ 4ാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിലും നാം ഖിലാഫത്ത് അഹമ്മദിയെ സംബന്ധിച്ചുള്ളതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ രാഹുദ എന്നുള്ള പ്രോഗ്രാം ലൈവായപ്പോൾ തന്നെ ഒരു ഇൻട്രാക്റ്റീവ് പരിപാടിയാണ്. അതായത് പ്രിയ പ്രേക്ഷകർ ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ ആ ചോദ്യങ്ങൾ പണ്ഡിതന്മാരുടെ പാനൽ വെക്കുകയും നമ്മുടെ പണ്ഡിതന്മാർ ഈ പ്രോഗ്രാമിലൂടെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കപ്പെടുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം, ഫാക്സ് മെസ്സേജ് മുഖാന്തരം, ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മോടൊപ്പം ചേരുന്ന പണ്ഡിതന്മാരുടെ പാനൽ അവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൻസൂർ അഹമ്മദ് മസ്റൂർ സാബ്, മൗലാന കെ താരിഖ് അഹമ്മദ് സാബ് നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഖിലാഫത്ത് അഹമ്മദിയ ഇന്ന് ലോകത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരേയൊരു മാർഗമാണ്. അത് വർഗവും വർണ്ണവും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഭാഷാപരമുള്ള വ്യത്യാസത്തെയും ഭേദിച്ചുകൊണ്ട് ഒരു ആഗോള കുടുംബമായിട്ട് ജനങ്ങളെ മാറ്റുന്നു. ഖലീഫത്തുൽ മസീഹ് ഖാമിസിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്ത് അഹമ്മദിയ എന്ന് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുതന്നെ യഥാർത്ഥ വിജയം അത് ഖിലാഫത്തുമായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതിന് തെളിവാണ്. ആദ്യത്തെ ചോദ്യം ഇന്നത്തെ പരിപാടിയിലെ ഞാൻ ബഹുമാനപ്പെട്ട മൻസൂർ അഹമ്മദ് മസ്റൂർ സാറിനോട് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 5ാം ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള വിജയങ്ങളെ, പുരോഗതിയെ സംബന്ധിച്ച് വിശദീകരിച്ചാലും. ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 23 വർഷം ഖിലാഫത്തെ ഖാമിസയുടെ നടന്നിട്ടുള്ള പുരോഗതികൾ ഒരു വളരെ വിശാലമായിട്ടുള്ള വിഷയമാണ്. ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനു മുന്നേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ കാര്യം മനസ്സിലാക്കണം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപനം അള്ളാഹുവിൻ്റെ നബിയുടെ പ്രവചനങ്ങൾക്ക് അടിസ്ഥാനമാണ് നടന്നത്. ഇത് ഒരു ദൈവിക ജമാഅത്താണ്, ഒരു യഥാർത്ഥ സത്യജമാഅത്താണ്. ഇത് തന്നെയാണ് യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാമിൻ്റെ മുഴുവൻ ലോകത്തുമുള്ള വിജയം ഈ ജമാഅത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പറയുന്ന ഉദ്ദേശം ഇതാണ്: ഏത് ജമാഅത്തിൽ നിന്നാണോ ഇസ്ലാമിൻ്റെ വിജയം ഉള്ളത്, അത് പുരോഗതി പ്രാപിച്ചില്ലെങ്കിൽ എന്താണ് പുരോഗതി പ്രാപിക്കുക? ഈ ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം തുടർച്ചയായിട്ട് അത് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഇതിൻ്റെ പുരോഗതിയുടെ സദ്വാർത്ത നൽകിക്കൊണ്ടാണ് നടക്കുന്നത്. ഒരു ദിവസവും പോലും പുരോഗതി സംഭവിക്കാതായിട്ടില്ല.
ഒരു ദിവസവും പോലും പിന്നോട്ട് ഇതിൻ്റെ കാല് പോയിട്ടില്ല. ഈ ജമാഅത്ത് കള്ളമായിരുന്നെങ്കിൽ എത്രത്തോളം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിശ്രമങ്ങൾ എല്ലാ കക്ഷികളും ഒരുമിച്ച് കൂടിക്കൊണ്ട് പരിശ്രമിക്കുകയുണ്ടായി. ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടിക്കൊണ്ട് പരിശ്രമിക്കുകയുണ്ടായി. ഏതുവരെ എന്നാൽ പല രാജ്യങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഇത്ര അധികം പരിശ്രമങ്ങൾക്ക് ശേഷം, ലക്ഷക്കണക്കിന് പരിശ്രമത്തിന് ശേഷവും ഇത് നശിക്കപ്പെടാതിരിക്കുക, തുടർന്ന് അത് പുരോഗമിച്ച് പ്രാപിച്ചുകൊണ്ടിരിക്കുക, ഇത് എന്തിനുള്ള അടയാളമാണ്? ഈ ജമാഅത്ത് സത്യജമാഅത്താണെന്നുള്ള അടയാളമാണ്. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം. ജമാഅത്ത് അഹമ്മദിയുടെ പുരോഗതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും പുരോഗതി പ്രാപിക്കുകയാണ്. പുതിയ ജമാഅത്തുകൾ സ്ഥാപിക്കാൻ സംബന്ധിച്ചും പള്ളികളും മിഷൻ ഹൗസുകൾ അത് വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ചും ലോകത്തിൻ്റെ പല ഭാഷകൾ വിശുദ്ധ ഖുർആൻ്റെ പരിവർത്തനം അതിനെ സംബന്ധിച്ചായാലും ഗ്രന്ഥങ്ങളും ലിറ്ററേച്ചറുകളും അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലായാലും തബ്ലീഗിൻ്റെ അടിസ്ഥാനത്തിലായാലും അതുപോലെ തന്നെ സാമ്പത്തിക ത്യാഗത്തിന് അടിസ്ഥാനത്തിലായാലും മനുഷ്യ സൃഷ്ടി സേവനത്തെ സംബന്ധിച്ചായാലും എല്ലാ തരത്തിലും ജമാഅത്ത് പുരോഗതി പ്രാപിച്ചുകൊണ്ടാണ്. അതിൻ്റെ റിസോഴ്സുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആത്മീയ പുരോഗതിയും വളരെയുണ്ട്. ആരെങ്കിലും ജമാഅത്തിൻ്റെ പുരോഗതിയെപ്പറ്റി പഠിക്കണമെങ്കിൽ അദ്ദേഹം ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസിൻ്റെ ആ പ്രസംഗം കേൾക്കണം. ഹുസൂർ തിരുമേനി ജൽസ സാലാന UK രണ്ടാമത്തെ ദിവസം നൽകപ്പെടാറുള്ള ആ ഖുത്ബ കേൾക്കണം. ജമാഅത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ്. ചില കണക്കുകൾ ഖിലാഫത്തെ ഖാമിസയുടെ ചില കണക്കുകൾ ഞാൻ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുൽ തആല ബിൻ അസീസ് 2003 ഖലീഫയാകുകയുണ്ടായി. 2004 മുതൽ 2025 വരെ ഹുസൂർ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ജമാഅത്ത് അഹമ്മദിയയിൽ പ്രവേശിച്ച ആൾക്കാരുടെ എണ്ണം 83,25,000 എല്ലാ വർഷവും ഏകദേശം 4 ലക്ഷം ആൾക്കാർ ജമാഅത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ 7,000 പള്ളികൾ നിർമ്മിക്കപ്പെടുകയുണ്ടായി. അതിൽ പകുതി ജമാഅത്താണ് ഉണ്ടാക്കിയത്, പകുതി അത് മുന്നേ ഉണ്ടായത് നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഏകദേശം 300-ലേറെ പള്ളികൾ അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കണക്ക് ഞാൻ വെക്കുകയാണ്. 3 ജനുവരി 2003 ഖലീഫത്തുൽ മസീഹ് റാബി വഖഫ് ജദീദും തഹ്രീഖ് ജദീദിൻ്റെയും പുതിയ വർഷത്തിൻ്റെ വിളംബരം നടത്തി നൽകുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തിൻ്റെ തഹ്രീഖ് ജദീദിൻ്റെ വഖഫ് ജദീദിൻ്റെയും വസൂലിയും അത് വെക്കുകയുണ്ടായി ജമാഅത്തിന് മുന്നിൽ. തഹ്രീഖ് ജദീദിൻ്റെ ചന്തയുടെ കണക്ക് വസൂലി 24,52,000 പൗണ്ടാണ്. 15 ലക്ഷമാണ് വഖഫ് ജദീദിൻ്റെ പൗണ്ട്. ഇത് 2003 കാര്യമാണ്, ഖലീഫ റാബിൻ്റെ. 7 നവംബർ 2025 കാര്യമാണ് ഖലീഫത്തുൽ മസീഹ് ഖാമിസിൻ്റെ കാലഘട്ടത്തിൽ. തഹ്രീഖ് ജദീദിൻ്റെ വസൂലി 19.55 മില്യൺ പൗണ്ടാണ്. 9 ജനുവരി 2026 വഖഫ് ജദീദിൻ്റെ വസൂലി ഹുസൂർ തിരുമേനി 15 മില്യൺ പൗണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹുസൂർ തിരുമേനിയുടെ കാലഘട്ടത്തിൽ തഹ്രീഖ് ജദീദിൻ്റെ ചന്തയിൽ 8 മടങ്ങ് വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ജദീദിൽ 10 മടങ്ങ് അതിന് വർധനവുണ്ടായിട്ടുണ്ട്. ഹുസൂർ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഏകദേശം 40 രാജ്യങ്ങളിൽ ജമാഅത്ത് സ്ഥാപിക്കപ്പെടുകയുണ്ടായി. മുന്നേ 57 ഭാഷകളിൽ വിശുദ്ധ ഖുർആൻ്റെ ഭാഷകൾ പരിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 78 ഭാഷകളിൽ അത് വിശുദ്ധ ഖുർആൻ പരിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഏകദേശം ഒരു ഭാഷയിലെങ്കിലും വിശുദ്ധ ഖുർആൻ്റെ തർജ്ജമ ചെയ്യപ്പെടാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് വലിയൊരു കാര്യമാണ്. എല്ലാ വർഷവും ഒരു ഭാഷയിൽ വിശുദ്ധ ഖുർആൻ തർജ്ജമപ്പെടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ വഖഫിനോകളുടെ കണക്ക്
2003 ജൽസസാലയുടെ വിളംബരപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26,300 പരമായിരുന്നു. ഇപ്പോൾ 85,000 കൂടുതലുമാണ് വഖഫ് നോകളുടെ എണ്ണം. ഹുദൂർ തിരുമനസിൻ്റെ 59,000 ആൾക്കാർ വർധനമുണ്ടായിട്ടുണ്ട്. ഇതിലും MTA 16 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 555 ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 555 ആൾക്കാർ, അതിൽ 475 ആൾക്കാർ അവർ ഒരു വിധത്തിലുള്ള ശമ്പളം വാങ്ങാതെയാണ് സേവനം ചെയ്യുന്നത്. MTA 8 ചാനലുകൾ 24 മണിക്കൂറും മുഴുവൻ ലോകത്തിൻ്റെ കോണുകളോളം ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. MTA പ്രവർത്തനം തന്നെ നാം നോക്കുകയാണെങ്കിൽ എത്ര വലിയ ജോലിയാണ്, എത്ര വലിയ പ്രവർത്തനമാണ്, എത്ര വലിയ വിശാലമായിട്ടുള്ള അതിൻ്റെ ചെലവുകളുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ജമാഅത്ത് ഇത്ര അധികം കൂറോട് കൂടിയിട്ട് സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് ഇത്ര വലിയ ചെലവ് അത് വഹിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല. 2015 ഹുദൂർ പറയുകയുണ്ടായി, ഇതിൽ ലക്ഷക്കണക്കിന് പൗണ്ടുകൾ അത് ചിലവഴിക്കപ്പെടുന്നു എന്ന് പറയുന്നു MTA മുകളിൽ. ആഫ്രിക്കയിലെ 8 രാഷ്ട്രങ്ങളിൽ 375 സ്കൂളുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് 700 അതിൻ്റെ കണക്ക്. അതായത് ഏകദേശം ഡബിളായിട്ട് ഖിലാഫത്തെ ഖാമിസിൻ്റെ സമയത്ത് വർദ്ധിപ്പിക്കുകയുണ്ടായി. ഹ്യൂമാനിറ്റി ഫസ്റ്റ് കഴിഞ്ഞ ഒരു വർഷം ഹ്യൂമാനിറ്റി 8,82,000 രോഗികളെ അവർ ചികിത്സ നടത്തുകയുണ്ടായി. ഗസയിലെ 5 ലക്ഷം ആൾക്കാർക്ക് സഹായം നൽകുകയുണ്ടായി. ഹ്യൂമാനിറ്റി ഫസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 100 സ്കൂളുകൾ സ്ഥാപിതമായിട്ടുണ്ട്. വൊക്കേഷണൽ സ്കൂളുകളുമുണ്ട്. അതിൽ ഖാദിയാൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള മർക്കസാണ്. ഖാദിയാൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്. നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ബൈഷ്തി മക്ബറയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. മസ്ജിദ് അക്സ അതിന് അതിനെ റിനോവേഷൻ നടത്തുകയുണ്ടായി. 5000 ആൾക്കാർ ഇപ്പോൾ നമസ്കരിക്കാവുന്നതാണ്. ദാറുൽ മസീദിൻ്റെ എല്ലാ വീടുകളിലും അവിടെ റിനോവേഷൻ നടത്തുകയുണ്ടായി. ഹോഷിയാർപൂറിൻ്റെ ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആലാൻ്റെ വീട്, ഖലീഫ അവ്വൽ റളിയല്ലാഹു തആലാൻ്റെ വീട്ടിൽ 2 ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2ലും എക്സിബിഷൻ ഉണ്ട്. പുതിയ ബിൽഡിങ്ങുകൾ അതിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ്. നഷോഷാത്തിൻ്റെ ബിൽഡിങ്ങിൽ മഖ്സന തസാവിർ ഖുർആനുമായിഷ് എക്സിബിഷൻ അതുമുണ്ട്. ഫസൽ ഉമർ പ്രസ് ഉണ്ട്. നൂറുദ്ദീൻ ലൈബ്രറി ഉണ്ട്. ഓഫീസ് ഉമുറാമ ഉമർ ഖാരിജ താമിറാത്തിൻ്റെ ബിൽഡിങ്, സറായ വസീമുണ്ട്, സറായ ഖിദ്മത്ത് എന്നുള്ള ബിൽഡിംഗ് ഉണ്ട്. താലീമുൽ ഇസ്ലാം സ്കൂളിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. ജാമിയ അഹമ്മദിയുടെ വിശാലമായിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്. നൂർ ഹോസ്പിറ്റലുണ്ട്. ഓസ്ട്രേലിയൻ ഗസ്റ്റ് ഹൗസ്, മൊറീഷ്യൻ ഗസ്റ്റ് ഹൗസ്, ബർമ ഗസ്റ്റ് ഹൗസ്, ഈ എല്ലാ ഗസ്റ്റ് ഹൗസുകളും പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളാണ്, വിശാലമായ ബിൽഡിങ്ങുകൾ. ബുസ്താൻ അഹമ്മദിൻ്റെ പേരിൽ പുതിയ ഒരു ജൽസക അത് വാങ്ങപ്പെട്ടു. ചില ബിൽഡിങ്ങുകൾ പുതിയതായി വാങ്ങുകയും അത് ചിലത് റിനോവേഷൻ നടത്തുകയും ചെയ്യുകയുണ്ടായി. ചുരുക്കത്തിൽ ഖാദിയാൻ്റെ പുരോഗതിയെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം ഖലീഫത്തുൽ മസീഹ് ഖാമിസിൻ്റെ കാലഘട്ടത്തിൽ നടന്നത്. ഖാദിയാൻ ദാറുൽ അമാന അത് മുന്നേയുള്ള ഖാദിയാൻ അല്ല, ഇപ്പോൾ പരിപൂർണമായിട്ട് അതിന് മാറ്റം വന്നിട്ടുണ്ട്. ലോകം
അപ്പോൾ ഇങ്ങനെ ഇതിനിരയായിട്ടുള്ള ദുർബലരായ രാജ്യങ്ങൾ അവരും വലിയ രാജ്യങ്ങളോട് അവരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തൊരു ഭയാനകമായ അവസ്ഥ അസംബന്ധമാണ്. ഇങ്ങനെയുള്ള സങ്കീർണ സാഹചര്യത്തിൽ ജമാഅത്ത് അഹ്മദിയുടെ ഇമാം മൻസൂർ അഹമ്മദ് സാഹിബ് ലോകത്ത് സമാധാന സംസ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്ത് നൂറിൽ ഖിലാഫത്തിൻ്റെ സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നിടത്ത് തന്നെ ഖിലാഫത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്ത് മുഅ്മിനീങ്ങളിൽ ഒരു ഭയത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഖിലാഫത്തിൻ്റെ അള്ളാഹു അതിനുള്ള നടത്തുന്നതായിരിക്കും. ഇന്ന് നാം ഖിലാഫത്ത് ഖാമിസയുടെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഹുസൂർ അൻവർ, ഹുസൂർ തിരുമനസ് സമാധാന സംസ്ഥാനത്തിന് എന്തൊക്കെ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ വളരെ നീണ്ടതാണ്. എന്നാലും ചുരുക്കത്തിൽ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഹുസൂറിൻ്റെ പ്രയത്നങ്ങളെ സംബന്ധിച്ച് അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഒന്നാമതായിട്ട് ദുആ ചെയ്യാനുള്ള ആഹ്വാനങ്ങളാണ്. സമാധാന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാനുള്ള, അതുപോലെ ആത്മീയമായ നിലയിലും ധാർമ്മികമായ നിലയിലും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് ഹുസൂർ തിരുമനസിൻ്റെ ഉപദേശങ്ങളാണ്. ഹുസൂർ തിരുമനസ് എന്നു മുതൽ ഖിലാഫത്തിൽ ഉപവിഷ്ടനായ ഖിലാഫത്ത് സ്ഥാനത്തിൽ അന്ന് മുതൽ ഹുസൂർ തിരുമനസ് ലോകത്ത് ദുആ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നു മുതൽ ലോകത്തിൻ്റെ അവസ്ഥകൾ മോശമായി തുടങ്ങിയോ അന്ന് മുതൽ ഹുസൂർ തിരുമനസ് ലോകത്തിന് ഈ അപകടകരമായ സാഹചര്യത്തെ കുറിച്ചിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന് പ്രത്യേകിച്ച് അള്ളാഹുവിലേക്ക് പ്രത്യേകമായി തിരിയാൻ വേണ്ടിയിട്ട് ഹുസൂർ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹുസൂർ, ഏതുവരെ നാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ലയോ അതുവരേക്കും നമുക്ക് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല. ഈ ആഹ്വാനങ്ങളാണ് വാസ്തവത്തിൽ ഹുസൂർ തിരുമനസ് അഹമ്മദികൾക്ക് പ്രത്യേകമായിട്ടും ലോകത്തിന് പൊതുവായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ വെളിച്ചം വീശുകൊണ്ട് അതിനുള്ള പരിഹാരവും ഹുസൂർ തിരുമനസ് നിർദ്ദേശിച്ചിട്ടുണ്ട്, ഉപദേശവും നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ പരിശ്രമം എന്ന് പറയുന്നത് ഹുസൂർ ലോകത്തിനോട് അള്ളാഹുലേക്ക് വിളിക്കുന്നു, ലോകത്തെ സമാധാനത്തിലേക്ക് വിളിക്കുന്നു. പ്രത്യേകിച്ചും ദുആക്കുള്ള ആഹ്വാനമാണ് ഹുസൂർ സമാധാന സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഹുസൂർ തിരുമനസ് തൻ്റെ ഖുതുബകളിലും പ്രഭാഷണങ്ങളിലും ഈ പ്രഭാഷണങ്ങൾ മുഖേന ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹുസൂറിൻ്റെ ഒരു ഖുതുബയും തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത് ലോകത്തിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് ഉത്കണ്ഠ പ്രകടിപ്പിക്കാത്ത ഒരു ഖുതുബയും പ്രഭാഷണവും കാണാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ദുആയിലേക്ക് ഹുസൂർ എല്ലാവരെയും ദുആ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യാറുണ്ട്. ഹുസൂറിൻ്റെ ഓരോ ഖുതുബയും ഒരു പ്രഭാഷണത്തിലും ഹുസൂർ പ്രത്യേകമായി ലോകത്തിന് സമാധാനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പരിഹാരവും ഹുസൂർ പറയുന്നത്, അതിനുള്ള കാരണങ്ങൾ ഹുസൂർ പറയുന്നത്. പ്രത്യേകിച്ച് ലോകത്ത് നീതിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ലോകം മൂന്നാം ലോകമഹേതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടകരമായ സാഹചര്യം സംജാതമാക്കുന്നത്. അതുകൊണ്ട് ലോകം നീതിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഹുസൂർ പറയുകയുണ്ടായി, മതാന്തരീയമായിട്ടുള്ള സമാധാനത്തിലേക്ക്, ഒരു രഞ്ജിപ്പിലേക്ക് ഒരാൾ പരസ്പരമുള്ള നേതാക്കൾ, മതഗുരുക്കന്മാരെ പരിഹരിക്കണം. അതുപോലെ തന്നെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഹുസൂർ തിരുമനസ്. അതുപോലെ തന്നെ ന്യൂക്ലിയറായിട്ട് ഡിസാർമമെൻറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ഹുസൂർ തിരുമനസിൻ്റെ ആശയങ്ങളാണ് ഹുസൂർ ലോകത്തിന് മുമ്പാകെ ഹുസൂർ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുഖേനയാണ് ഹുസൂർ ലോകത്ത് സമാധാന സംസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഹുസൂർ തിരുമനസ് ഒരു പീസ് സിമ്പോസിയത്തിൻ്റെ അവസരത്തിൽ ഇതും പറയുകയുണ്ടായി, ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് ഞാൻ പല ശ്രമങ്ങൾ നടത്തുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഒരു ശ്രമം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ രാഷ്ട്ര നേതാക്കൾക്കും സമാധാനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി, ഞാൻ പോപ്പിന് കത്ത് എഴുതുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ലോകത്ത് ഒരു വലിയ എണ്ണം ആളുകൾ അത് ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. ഹുസൂർ തിരുമനസ് പറയുകയാണെങ്കിൽ, ഞാൻ പോപ്പിന് എഴുതുകയുണ്ടായി, നിങ്ങൾക്ക് സമാധാന സംസ്ഥാനത്തിന് നിങ്ങളുടെ ആളുകൾക്ക് ഉത്ബോധനം നടത്തുക, കാരണം ഇതിൽ നിങ്ങൾക്കൊരു വലിയൊരു പങ്ക് വഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ലോകം സമാധാനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഹുസൂർ വേറൊരു കാര്യം പറയുകയുണ്ടായി, ഇറാൻ അതുപോലെ തന്നെ മറ്റ് ഇസ്രായേലിലെ മന്ത്രിമാർക്കും ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട്.
അവരെ ഞാൻ ഒരു കാര്യത്തിൽ പ്രത്യേകം അവർ ശ്രദ്ധ, അതായത് സ്വാർത്ഥ താല്പര്യങ്ങളെ നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിൻ്റെ നന്മക്കായിട്ട് മാനവികതയുടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്ന് ഞാൻ അവിടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക, അതിന് നല്ല നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഹുസൂർ പറഞ്ഞു ഞാൻ അവർക്കും കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഹുസൂർ തിരുമനസ് സദർ അമേരിക്കയിലെ പ്രസിഡൻറ്റ് കത്ത് എഴുതിയിട്ടുണ്ട്. ഹുസൂർ പ്രത്യേകമായി അവർക്ക് പ്രത്യേകമായി ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വലിയ ശക്തികൾ അവർ വലിയ ത്യാഗം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹുസൂർ തിരുമനസ് ജർമ്മനിലെ ചാൻസലറിന്, കാനഡയിലെ പ്രധാനമന്ത്രിക്ക്, UK പ്രധാനമന്ത്രിക്ക്, എല്ലാവർക്കും മതനേതാക്കൾക്കും, അതുപോലെ സൗദിയിലെ രാജാവിനും ഒക്കെ തന്നെ ഹുസൂർ കത്ത് എഴുതിയിട്ടുണ്ട്. ഇറാൻ്റെ മതനേതാവിനും ഹുസൂർ കത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ കത്തുകൾ മുഖേന ഹുസൂർ തിരുമനസ് വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഹുസൂർ അവരെ ഉത്ബോധനം ചെയ്തിട്ടുണ്ട്. ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കണമെന്ന് ഹുസൂർ പറയുന്നുണ്ട്. ഹുസൂർ തിരുമനസ് സമാധാന സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ എന്ന് പറയുന്നത് പീസ് സിമ്പോസിയത്തിൻ്റെ സംസ്ഥാപനമാണ്. 2004 മുതൽ ഹുസൂർ തിരുമനസ് കൃത്യമായ നിലയിൽ ജമാഅത്തെ അഹമ്മദിയ UK പീസ് സിമ്പോസിയം അത് നടന്നു വരുന്നുണ്ട്. ഈ പീസ് സിമ്പോസിയമിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വിവിധ പൊളിറ്റീഷ്യൻസും മതചിന്തകന്മാരും അതുപോലെ മതനേതാക്കളും അതിൽ ക്ഷണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരിൽ മുഖേനയും അവരുടെ സമാധാനത്തെ സംബന്ധിച്ചിട്ട് അവരുടെ ചിന്തകൾ കേൾക്കാറുണ്ട്. ഹുസൂറിൻ്റെ ഒരു കീനോട്ട് അഡ്രസ്സും അതിലുണ്ടോ, അത് മുഴുവൻ ലോകത്തോടും സമാധാനവുമായി ബന്ധപ്പെട്ട് ഹുസൂർ അവരെ ഉത്ബോധിപ്പിക്കുന്നു. ലോക സമാധാനം ബന്ധപ്പെട്ട്, അതായത് ഹുസൂർ തിരുമനസിൻ്റെ ഈ മാർഗനിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട്, ഹുസൂർ തിരുമനസിൻ്റെ പ്രത്യേക ശ്രദ്ധയുടെ ഫലമായിട്ട് മുഴുവൻ ലോകത്തും പീസ് സിമ്പോസിയം നടത്തപ്പെടുന്നുണ്ട്. ഇന്ത്യയിലും നമ്മുടെ വലിയ വലിയ പട്ടണങ്ങളിൽ, ക്യാപിറ്റൽ മെട്രോപൊളിറ്റൻ പട്ടണങ്ങളിൽ പീസ് സിമ്പോസിയം നടത്തപ്പെടുന്നുണ്ട്. അതിൽ വിവിധ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ക്ഷണിക്കപ്പെടുന്നു. പ്രൊഫസേഴ്സ് വരുന്നു, ശാസ്ത്രജ്ഞർ വരുന്നു, രാഷ്ട്രീയക്കാരും വരാറുണ്ട്, അതുപോലെ തന്നെ അക്കാഡമിഷ്യൻ വരാറുണ്ട്. അതായത് സമാധാന സംസ്ഥാപനം ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള പരിഹാരം എന്താണ്, അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. ഇത് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഹുസൂർ തിരുമനസ് അടിസ്ഥാനമാക്കിയതാണ്. അതുപോലെ തന്നെ അഹമ്മദിയ പീസ് പ്രൈസിന് തുടക്കം കുറിക്കുകയുണ്ടായി 2009. ഹുസൂർ പറയുകയുണ്ടായി, ലോകത്ത് ഏത് നിലയിലും ഏത് മാനവികതയ്ക്ക് വേണ്ടി ആരാണ് സേവനം ചെയ്യുന്നത് അതിനെ ജമാഅത്ത് അഹമ്മദ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള വ്യക്തിക്ക് അവർക്ക് ഒരു സവിശേഷമായ ഒരു ഇനാം, ഒരു സമ്മാനം നൽകുന്നതാണ്. അതെപ്പോഴും തുടർന്നു വരുന്നു. ഈ വർഷവും മെയ് 16 പീസ് സിമ്പോസ് നടന്നു. ആ സന്ദർഭത്തിൽ വെസ്റ്റ് ആഫ്രിക്കയിലെ ബെനിനിലെ ഒരു സുഹൃത്തിന് അവർക്ക് പീസ് പ്രൈസ് നൽകപ്പെടുകയുണ്ടായി. അദ്ദേഹം അവിടെ വളരെ മാനവികതയ്ക്ക് മനുഷ്യത്തിന് വേണ്ടി സേവനം ചെയ്ത വ്യക്തിയാണ്. ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുണ്ട്, മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഒരു സ്ത്രീയാണ്, വനിതയാണ്. അവരുടെ മാനവികതയ്ക്ക് വേണ്ടി അവരുടെ സേവനത്തെയും ശ്ലാഘിച്ചിട്ടുണ്ട്. അതിനും ജമാഅത്ത് അഹമ്മദിയ തിരിച്ചറിയുകയും മഹാരാഷ്ട്രയിലെ പൂന എന്ന സ്ഥലത്ത് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി, അവരുടെ നിരാലംബർക്ക് വേണ്ടി അവരുടെ താമസങ്ങൾ ഒരുക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ ആ സേവനത്തെയും അതിനെ വിലമതിക്കുകയും അവർക്കും അഹമ്മദിയ പീസ് പ്രൈസ് നൽകുകയുണ്ട്, കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ട്. ഇതാണ് സമാധാന സംസ്ഥാനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ. അതുപോലെ തന്നെ മാനവികതയ്ക്കുള്ള വളരെ ജമാഅത്ത് വളരെയധികം പ്രവർത്തനം നടത്തുന്നുണ്ട്. ഹ്യൂമാനിറ്റി ഫെസ്റ്റിൻ്റെ ഖിദ്മത്തുകൾ, സേവനങ്ങൾ മൻസൂർ അഹമ്മദ് സാഹിബ് പറയുകയുണ്ടായി, അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയുണ്ടായി. എത്രമാത്രം യൂണിവേഴ്സിറ്റികളുണ്ട്, എത്ര കോളേജുകളുണ്ട്, എത്ര ഹോസ്പിറ്റലുകളുണ്ട് എന്നൊക്കെ ജമാഅത്ത് അഹമ്മദ് ഇതൊക്കെ. അതുപോലെ തന്നെ വളരെ അധികൃതരായ ആളുകളുടെ ഇടയിൽ ജമാഅത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജമാഅത്ത് എന്തൊക്കെ ചെയ്യുന്നത് പറയുന്നത് ഹുസൂർ പീസ് സിമ്പോസിയം സന്ദർഭത്തിൽ പറയുകയുണ്ടായി. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഒരു കുട്ടിക്ക് തൻ്റെ വീട്ടിന് വേണ്ടി ഒരു വൃത്തിയുള്ള വെള്ളം കിട്ടുന്നതിന് വേണ്ടി മൈലുകൾ യാത്ര ചെയ്ത് പോകേണ്ടി വരും. തൻ്റെ തലയിൽ വലിയ പാത്രത്തിൽ തലയിൽ വെച്ച് വരേണ്ടി വരും. അതും അങ്ങനെ ആ കൊണ്ടുവരുന്ന വെള്ളം പോലും അത് ചീത്ത വെള്ളമായിരിക്കും. അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസം ചെയ്യണം, അവർക്ക് ഇതെന്തെങ്കിലും പണിയാണ്. അപ്പോൾ അങ്ങനെ അവർ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ റെഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. പിന്നീട് അങ്ങനത്തെ സംഘടനകൾ അവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവരെ തെറ്റായ മാർഗങ്ങളിൽ അവരെ നയിക്കുന്നു. അങ്ങനെ ലോകത്ത് സമാധാനത്തിന് അത് ഭീഷണിയായി തീരുന്നു. ഹുസൂർ പറയുന്നു, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി
അത് സമാധാന സംസ്ഥാനത്തിന് വളരെ അനിവാര്യമാണ്. ഇങ്ങനെയുള്ള ഗ്രാമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ജമാഅത്ത് അഹമ്മദിയ. അവരുടെ സോളർ സിസ്റ്റം മുഖേന വെള്ളവും വൈദ്യുതി, സ്കൂള്, ഹോസ്പിറ്റൽ ഇതൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യം നൽകിക്കൊണ്ട് ജമാഅത്ത് അങ്ങനെ അധികൃതരായ വർഗ്ഗങ്ങളിലേക്ക് ജമാഅത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ശ്രമം നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഹുസൂർ തിരുമനസിൻ്റെ പര്യടനങ്ങളാണ്. ഹുസൂർ ഖലീഫായ അന്ന് മുതൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഹുസൂർ ദോറ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയ മുതൽ ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഹുസൂർ പര്യടനം നടത്തിയിരിക്കുന്നു. ഹുസൂർ എപ്പോഴൊക്കെ പര്യടനത്തിൽ പോകുന്നുള്ള അവിടുത്തെ ഭരണാധികാരികളെ, അവരുടെ ഡിഗ്നിറ്ററീസ് അവരുമായി ഹുസൂർ ചർച്ച നടത്തുന്നു. ലോക സമാധാനം ബന്ധപ്പെട്ട് അവർക്ക് ഉത്ബോധനം നടത്തുന്നു. അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവരെ ശ്രദ്ധിക്കുന്നു. വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ, രാഷ്ട്രീയക്കാർ അവരുമായിട്ടൊക്കെ ഹുസൂറിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ലോകത്തിലുള്ള പല പ്രശ്നങ്ങളും ഹുസൂർ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ തീവ്രവാദം അത് തടയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, അതല്ലെങ്കിൽ അന്തരീക്ഷത്തെ പൊല്യൂഷൻ, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഹുസൂർ തിരുമനസ് അവരെ ശ്രദ്ധ തിരിപ്പിക്കുകയും ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറയുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിഹാരം ഇന്നതാണ് എന്നൊക്കെ ഇത് മൂലം മാത്രമേ ലോക സമാധാനം സ്ഥാപിക്കുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹുസൂർ പറയേണ്ട ഈ പള്ളികളും വാസ്തവത്തിൽ അത് സമാധാനത്തിന് സന്ദേശം നൽകുന്നതാണ്. അതുകൊണ്ടാണ് ജമാഅത്ത് എത്ര പള്ളി നിർമ്മിച്ചു അതങ്ങനെ കേട്ടുകയുണ്ടായി. ഇതൊക്കെ വാസ്തവത്തിൽ സമാധാനത്തിൻ്റെ തിളങ്ങുന്ന വിളക്കുകളാണ്. ജമാഅത്തിൻ്റെ MTA മുഖേനയും സമാധാന സന്ദേശം ലോകത്തിൻ്റെ കോണുകളോളം എത്തപ്പെടുന്നുണ്ട്. അത് ലോകത്തിന് സമാധാനത്തിൽ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തും തന്നെ ജമാഅത്ത് കാണപ്പെടാത്ത, MTA കാണപ്പെടാത്ത ഒരു സ്ഥലമില്ല. MTA വേൾഡ് വേറെയാണ്. ഏഷ്യ, ആഫ്രിക്കയുണ്ട്, അറേബ്യ വേറെ തന്നെ ഉണ്ട്. ഓരോ സമൂഹവും ഇതിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമങ്ങളാണ് വാസ്തവത്തിൽ സമാധാന സംസ്ഥാനത്തിന് വേണ്ടി ഖിലാഫത്ത് ഖാമിസിൻ്റെ അനുഗ്രഹീത കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക ജമാഅത്ത് അഹമ്മദിയുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമം നടന്നു വരികയാണ്. ഇതിൻ്റെ അനന്യസാധാരണമായ പ്രയോജനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. PCP സന്ദർഭത്തിൽ വിവിധ പ്രതിനിധികൾ രാജ്യങ്ങളിലെ അതിഥികൾ വരുമ്പോൾ അവരും വളരെ പരസ്യമായി തന്നെ അവർ സമ്മതിക്കാറുണ്ട് ജമാഅത്ത് ഇന്ന് ലോകത്ത് സമാധാന സംസ്ഥാനത്തിനും വേണ്ടി ഒരു പ്രത്യേകമായ സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഒരു ടെലിഫോൺ സ്കോളർ നമ്മുമായി ബന്ധപ്പെടുകയാണ്. ജർമ്മനിയിൽ നിന്ന് ഖാലിദ റാണ സാഹിബ് ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അവരുടെ ചോദ്യം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സലാം, ഈദ് മുബാറക്. ഹുസൂർ തിരുമനസിൻ്റെ ആരോഗ്യം ഉത്തമമായി നിർത്തട്ടെ അല്ലാഹു. വസിയത്ത് ചെയ്യുന്നത്, ഇതിൽ വസിയത്ത് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സ്വർഗത്തിൽ പോകുമെന്നുള്ളത്? മറ്റൊരു ചോദ്യം കൂടിയുമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും. വസിയത്തിനെ സംബന്ധിച്ചാണ് ഇവരുടെ ചോദ്യം. ജസാക്കുമുല്ലാഹ്. ചോദിക്കാൻ ഖൈർ അഹമ്മദി അവരോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ വസിയത്ത് ചെയ്യിപ്പിക്കുന്നു, അതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ സ്വർഗത്തിൽ പോകുമെന്നുള്ളത്? ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്, എല്ലാ മുസ്ലിം വസിയത്ത് ചെയ്യുകയും കൂറോട് കൂടിയിട്ട് അവസാനം മരണം വരെ അതിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവൻ സ്വർഗസ്ഥനാണ്, സ്വർഗം അവൻ ലഭിക്കുമെന്നുള്ളതിന് അള്ളാഹു ഗ്യാരണ്ടിയാണ്. വസിയത്തിൻ്റെ വ്യവസ്ഥിതി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് സ്ഥാപിച്ചത്. അള്ളാഹു ആണ് അതിൻ്റെ ബഹിഷ്തി മക്ബറ എന്നതിന് പേര് നൽകിയത്. മസീഹ് ഇസ്ലാം അല്ല അതിന് പേര് നൽകിയത്. അള്ളാഹു ആണ് ബഹിഷ്തി മക്ബറ, സ്വർഗീയ ഖബർസ്ഥാനം എന്നുള്ള പേര് നൽകിയത്. ഈ ഖബർസ്ഥാനിൽ മറവടക്കപ്പെടുന്നവരെ പറ്റി സംബന്ധിച്ച്
അവർക്ക് വേണ്ടിയിട്ട് ബൈഷ്തി അല്ല സ്വർഗസ്ഥർ എന്നുള്ള നാമമാണ് അള്ളാഹു നൽകിയത്. അവർ സ്വർഗസ്ഥരാണ്. പറയുകയുണ്ടായി ഉൻസില ഫിഹ കുല്ലു റഹ്മ, അത് മസീഹ് ഇസ്ലാമിന് ഇൽഹാം ഇറങ്ങുകയുണ്ടായി. അതായത് ഈ ഖബർ സ്ഥാനം എല്ലാ വിധത്തിലുള്ള റഹ്മത്തും ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഒരു റഹ്മത്തും ഈ ഖബർവാർക്ക് നൽകപ്പെടാത്ത ഒരു റഹ്മത്തുമില്ല എന്ന് അള്ളാഹു ഇൽഹാം നൽകിയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ബൈഷ്തി മക്ബർ എന്ന് പറയുകയാണ്, സ്വർഗീയ ഖബർസ്ഥാനാണെന്ന് പറയുകയാണ്. അള്ളാഹു പറയുകയാണ് ഈ ഖബർസ്ഥാനിൽ മറവെക്കുന്നവർ സ്വർഗസ്ഥരാണെന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള റഹ്മത്തുകളും ഞാൻ ഇവിടെ മറവ് ചെയ്യപ്പെടുന്നവർക്ക് നൽകും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ മറ്റാരുടെ വചനത്തെയാണ് നാം വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് ആരുടെ ഗ്യാരണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ ജീവനും അവരുടെ സമ്പത്തും വാങ്ങിയിരിക്കുകയാണ്. അതിന് പകരമായിട്ട് അവർക്ക് സ്വർഗമുണ്ട് എന്ന്. അപ്പോൾ അള്ളാഹു സ്വന്തം ഈ വാഗ്ദാനം നൽകുകയാണ്. സാമ്പത്തിക ത്യാഗത്തിൻ്റെ ഫലമായിക്കൊണ്ട് അവൻ സ്വർഗം നൽകുന്നതാണെന്ന്. വസിയത്ത് എന്നുള്ളത് വ്യവസ്ഥിതി എന്താണ്? അത് സാമ്പത്തിക ത്യാഗം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. സാധാരണ സാമ്പത്തിക ത്യാഗവുമല്ല, വളരെ മഹത്തപരമായിട്ടുള്ള ഒരു സാമ്പത്തിക ത്യാഗമാണ്. വസിയത്ത് ചെയ്യുന്നവൻ കുറഞ്ഞ പക്ഷം അവൻ മുഴുവൻ ജീവിതത്തിൻ്റെയും ശമ്പളത്തിൻ്റെ 1/10 നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. മരണത്തിന് ശേഷം മുഴുവൻ ജായദാദിൻ്റെയും 10ൻ്റെ ഭാഗം, കൂടുതൽ ആണെങ്കിൽ 1/3 ഭാഗം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ തബ്ലീഗും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അവൻ വലിയ ത്യാഗമാണ് ചെയ്യുന്നത്. മുഴുവൻ ജീവിതവും നൽകിക്കൊണ്ടിരിക്കുക. പല ആൾക്കാർ 1/3 ഭാഗം നൽകുന്നവരുണ്ട്. മരണത്തിന് ശേഷം അദ്ദേഹം ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം ജായദാദിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടികളുടെ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ത്യാഗം ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവർ മാത്രമാണ് അവർക്ക് ഈ ത്യാഗങ്ങൾ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആരാണോ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിച്ചിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിമഹത്തരമായിട്ടുള്ള ആ ഒരു ത്യാഗങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അവർക്കല്ലാതെ മറ്റാർക്കാണ് സ്വർഗം? അത് മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, അത് ഇതിൽ തഖ്വയും അതുപോലെ തന്നെ നന്മയും ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ആരെങ്കിലും സാമ്പത്തിക ത്യാഗം ചെയ്യുകയും തഖ്വയും നന്മയും ഇല്ലെങ്കിൽ അതിൽ ഒരു ഫലവുമില്ല. അതിമഹത്തായിട്ടുള്ള സാമ്പത്തിക ത്യാഗവും അതുപോലെ തന്നെ തഖ്വയും നന്മയും അതിൻ്റെ ഷർത്താണ്, നിബന്ധനയാണ്. പ്രേക്ഷകരെ, മറ്റൊരു ടെലിഫോൺ കോളർ കൂടിയുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊയിനുള്ള മലിക് സാഹിബ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൊയിനുള്ള വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കൾക്ക് ചോദ്യം ഉന്നയിക്കാം. എൻ്റെ ചോദ്യം, ചില ഗൈർ അഹമ്മദികൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഖിലാഫ് കട്ടായി. അസ്സലാമു അലൈക്കും മൊയിനുള്ള സാബ്. അസ്സലാമു അലൈക്കും. മൊയിനുള്ള സാഹിബുമായിട്ടുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായിട്ട് തോന്നുന്നത്. നമ്മൾ വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത ചോദ്യം മോഹത്തറം മൻസൂർ അഹമ്മദ് മൻസൂറിനോടാണ്. ആയത്തെ ഇസ്തഖ്ലാഫിൽ അള്ളാഹു പറയുന്നു, യഅബുദുനി ലാ യുശ്രികുന ബി ഷൈഅ. ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് തൗഹീദ് നിലനാട്ടാനും ഇബാദത്തിൻ്റെ സംബന്ധിച്ചും എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് ജമാഅത്തിന് നൽകിയിട്ടുള്ളത്? ജസാക്കുമുല്ലാഹ്. തൗഹീദിൻ്റെ നിലനാട്ടൽ,
അതുപോലെ തന്നെ ദൈവിക ആരാധന, അതിനെ സംബന്ധിച്ച് ഹുസൂർ തിരുമനസ് നിർദ്ദേശങ്ങൾ അത് വെക്കുന്നതിന് മുന്നേ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. പ്രവാചകന്മാരുടെ വരവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം തൗഹീദ് നിലനാട്ടുക എന്നുള്ളതാണ്. പ്രവാചകന്മാർ ലോകത്ത് ആദ്യം തൗഹീദാണ് അവർ നിലനാട്ടുന്നത്. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആലാന്റെ മുകളിൽ അക്രമം നടന്നപ്പോൾ അഹദ് അഹദ് എന്നായിരുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആലാഹു സ്വന്തം പല കാര്യങ്ങളും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പുലർത്തുന്നു, സമാധാനം അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും അധ്യാപനം നൽകുന്നു എന്നെല്ലാം അദ്ദേഹത്തിന് പറയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ചതിന് ശേഷം നന്മ ഉള്ളിലുണ്ടാകുന്നു എന്നെല്ലാം അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷെ ഇതൊന്നും പറയാതെ അദ്ദേഹം അഹദ് അഹദ് എന്ന് മാത്രമാണ് പറഞ്ഞത്, അള്ളാഹു ഏകനാണ്. അപ്പോൾ ഒരു അടിമക്ക് പോലും ഈ കാര്യം വളരെ നല്ല രീതിയിൽ അറിയുമായിരുന്നു. തൗഹീദാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. തൗഹീദിൻ നിലനാട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഉദ്ദേശം. ഉഹദിൻ്റെ മൈതാനത്ത് ഊലുൽ ഹുബുൽ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനായി. അവിടുന്ന് കുറച്ച് മുന്നേ വരെ അദ്ദേഹം മിണ്ടാതിരിക്കുക എന്നായിരുന്നു സഹാബാക്കളോട് പറഞ്ഞത്. ഒന്നും പറയണ്ട, ഉത്തരമൊന്നും പറയണ്ട, മുസ്ലിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ. പക്ഷെ അവർ ഷിർക്കിൻ്റെ മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ഹുസൂർ തിരുമേനി ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഉത്തരം കൊടുക്കാത്തത്, എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടതെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ അള്ളാഹു ആല വ അജൽ എന്ന് നിങ്ങൾ ഉത്തരം നൽകുക എന്നുള്ളത്, വലാ മൗല ലക്കും എന്ന് നിങ്ങൾ ഉത്തരം നൽകുക. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്നുള്ളത് തൗഹീദ് നിലനാട്ടുക എന്നുള്ളതാണ്. നബിയുടെ ഖലീഫയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശവും തൗഹീദ് നിലനാട്ടുക എന്നുള്ളതാണ്. അത് മുസ്ലിം ഇസ്ലാം പറയുന്നത് ഖലീഫ എന്നുള്ളത് അതായത് റസൂൽ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അത് റസൂലിൻ്റെ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളെയും തന്നിൽ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും ഖലീഫ. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖലീഫ എന്നുള്ളത് റസൂലിൻ്റെ എല്ലാ ഗുണങ്ങളെയും അദ്ദേഹം ഉള്ളിൽ ഉണ്ടാക്കുന്നു. വലിയ ഉത്തമമായിട്ടുള്ള ഒരു മക്കാമാണിത്. റസൂൽ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുക എന്നാണ് പറഞ്ഞത്. ആ ജോലിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റസൂൽ തുടങ്ങി വെച്ച കാര്യത്തെയാണ് അദ്ദേഹം പൂർത്തിയാക്കുക. അപ്പോൾ അതിൻ്റെ ചുരുക്കം ഇതാണ്, ഖലീഫ എന്തെല്ലാമാണ് ചെയ്യുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അത് തൗഹീദിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. തൗഹീദിനെ ലോകത്ത് പ്രചരിപ്പിക്കാനും നിലനാട്ടാനും വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ കലിമ അതിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഖലീഫത്തുൽ മസീഹ് ചെറിയവരോട് സാധാരണ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, കുട്ടികളോട് സംസാരിക്കുമ്പോൾ, സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ, ജമാഅത്തങ്ങളോട് സംസാരിക്കുമ്പോൾ, പുറത്തിലോട് സംസാരിക്കുമ്പോൾ, എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്നുള്ളത് തൗഹീദ് അത് നിലനാട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ, പല വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ നിന്ന് ഖുത്ബ നൽകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ, സഹാബാക്കളെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ, എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്നുള്ളത് തൗഹീദ് നിലനാട്ടുക എന്നുള്ളതാണ്. എന്നാലും ഹുസൂർ തിരുമനസിൻ്റെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ചും പല ഖുത്ബകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേൾപ്പിക്കുന്നത്. ഹുസൂർ 2003 23 ഏപ്രിലാണ് ഖലീഫായത്. 25 ഏപ്രിൽ ഹുസൂർ തിരുമനസ് മുജീബ് അള്ളാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ച്, ഉത്തരം നൽകുന്നവനാണെന്നുള്ള സിഫത്തിനെ സംബന്ധിച്ച് അവിടുന്ന് ഖുത്ബ നൽകുകയുണ്ടായി. രണ്ടാമത്തെ ഖുത്ബ അള്ളാഹുവിൻ്റെ നന്ദി കാണിക്കുന്ന സംബന്ധിച്ചാണ് ഖുത്ബ നൽകിയത്. പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്ത് അലീം, ഖബീർ ഇതിനെ സംബന്ധിച്ചാണ് ഖുത്ബ നൽകിയത്. 2006 ഹുസൂർ തിരുമനസ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നാസിർ, നസീർ 5 ഖുത്ബകൾ ഇതിനെ സംബന്ധിച്ച് നൽകുകയുണ്ടായി. മുജീബ് എന്നുള്ള സിഫത്തിനെ സംബന്ധിച്ച് 3 ഖുത്ബകൾ നൽകുകയുണ്ടായി. റബ്ബുൽ ആലമീൻ എന്നുള്ള സിഫത്തിനെ സംബന്ധിച്ച് 3 ഖുത്ബകൾ നൽകി. റഹ്മാനിയത്തിനെ സംബന്ധിച്ചും ഖുത്ബകൾ നൽകുകയുണ്ടായി.
2007 ഹുദൂത്ത് തിരുമനസ് അള്ളാഹുവിൻ്റെ സിഫത്ത് റഹ്മാനിയത്തിനെ സംബന്ധിച്ച്, റഹീമിയത്തിനെ സംബന്ധിച്ച്, മാലിക്കിയത്ത്, ഖുദ്ദൂസിയത്ത്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ അസീസ്, അൽ ഹക്കീം എന്നുള്ള ഗുണനാമങ്ങളെ സംബന്ധിച്ച് അവിടുന്ന് ഖുത്ബ നൽകുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പല ഖുത്ബകൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ കേൾപ്പിച്ചത്. ഈ ചോദ്യം തൗഹീദ് നിലനാട്ടാൻ വേണ്ടിയിട്ട് ഹുദൂത്ത് തിരുമനസിൻ്റെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അത് ഞാനിപ്പോൾ കേൾപ്പിക്കുകയാണ്. ഹുദൂത്ത് തിരുമനസ് ഖുത്ബ ജുമാ 23 മാർച്ച് 2026 പറയുന്നു, ഈ തൗഹീദിനെയാണ് നാം അന്വേഷിക്കേണ്ടത്, ഈ യഥാർത്ഥ തൗഹീദിനെയാണ് നാം അന്വേഷിക്കേണ്ടത്, അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ടതാണ്, ഈമാനിൽ ഈ നിലവാരത്തിലെത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്, എല്ലാ ത്യാഗത്തിനും നാം തയ്യാറായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നോടൊപ്പം യഥാർത്ഥ സ്നേഹമുണ്ടാക്കണം, റമദാനിലുള്ള ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ഈ ദുആ ചെയ്യണം, നാം തൗഹീദ് നിലനാട്ടാനും അതിൻ്റെ ആവേശത്തിനും വേണ്ടിയിട്ടും നാം ആദ്യം ഉണ്ടായിരിക്കണം, മുന്നിലുണ്ടായിരിക്കണം. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടും ദുആ ചെയ്യുക. ഇവരും യഥാർത്ഥ തൗഹീദിനെ മനസ്സിലാക്കുന്നവരാകട്ടെ, അതിൽ പ്രവർത്തിക്കുന്നവരായിത്തീരട്ടെ. എന്നാലേ അവർ അവശേഷിക്കുകയുള്ളൂ. അപ്പോഴേ അവർ ശത്രുക്കളുടെ ദജ്ജാല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. അള്ളാഹു അവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ അവിടുന്ന് ഹുദൂത്ത് തിരുമനസ് ഖുത്ബ ജുമാ 23 ജനുവരി 2026 പറയുന്നു, തൗഹീദിനെ മനസ്സിലാക്കണമെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളെ വളരെ ആഴത്തിൽ പോയി നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഇതുതന്നെയാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള അടയാളങ്ങൾ മനുഷ്യന് കാണാത്ത വിധം ശൈത്താൻ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുകയില്ല. യഥാർത്ഥ തൗഹീദ് അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയുമില്ല. ദൃഢവിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. ഈ പരിപൂർണ തൗഹീദ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖാന്തരമാണ് നമുക്ക് ലഭിച്ചത്. മറ്റൊരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഹുദൂത്ത് തിരുമനസ് ഖുത്ബ ജുമാ 6 മാർച്ച് 2026 പറയുന്നു, ഇസ്ലാം തൗഹീദ് നിലനാട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. വലിയ ഭരണാധികാരികൾ നമ്മളെ ദൈവമായിട്ട് മനസ്സിലാക്കരുത്. എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന ശക്തി എന്നത് അള്ളാഹുവിൻ്റെതാണ്. മുസ്ലിം രാജ്യങ്ങളെ ഹുദൂത്ത് തിരുമനസ് പറഞ്ഞ് മനസ്സിലാക്കിയാണ്, വലിയ ഭരണാധികാരികളെ നിങ്ങൾ ദൈവമായി മനസ്സിലാക്കണ്ട എന്ന്. ഇവരെ തന്നെ ദൈവമായി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഇവർ ഓരോന്നായിക്കൊണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ഇവർ കീഴടക്കുന്നതാണ്. നിങ്ങളുടെ ഈ ഭൗതിക ഭരണം അതും ഇല്ലാതാണ്ടാവുകയാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിയുക. മുസ്ലിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇറാനും പല അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളുമുണ്ട്. മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ യഥാർത്ഥ ബന്ധം ഒപ്പമുള്ളത് ഇസ്ലാമിക സാഹോദര്യമാണ്. അവരുടെ ബന്ധം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ ഇസ്ലാമിക സാഹോദര്യ ബന്ധം അതിനെ മുറിക്കുന്നതിന് പാടില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് മുസ്ലിം രാജ്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇസ്ലാം ശത്രു രാജ്യങ്ങൾ അതിൽ നിന്ന് ഫലമെടുക്കുന്നതായിരിക്കും. ഹുദൂത്ത് തിരുമനസ് വെറും അഹമ്മദികളുടെ ഖലീഫയല്ല, മുഴുവൻ ലോകത്തിൻ്റെയും ഖലീഫയാണ്. ഹുദൂത്ത് തിരുമനസിൻ്റെ ഹൃദയത്തിൽ നിന്ന് മുഴുവൻ ലോകത്തിനും വേണ്ടിയും മനുഷ്യ സൃഷ്ടികൾക്ക് എല്ലാവർക്കും മനുഷ്യർക്കും വേണ്ടിയിട്ടും അവിടുന്ന് വേദനയുണ്ട്, പ്രത്യേകമായിട്ടും മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഹുദൂത്ത് തിരുമനസ് വീണ്ടും വീണ്ടും ഖുത്ബയിൽ പറയുന്നത്, അഹമ്മദികൾക്ക് ഹുദൂത്ത് തിരുമനസ് ഉപദേശം നൽകുമ്പോൾ അവിടെ മുസ്ലിങ്ങൾക്കും ഉപദേശം നൽകുന്നു, മുസ്ലിം രാജ്യങ്ങൾക്കും ഉപദേശം നൽകുന്നു. പ്രത്യേകമായിട്ട് ഈ ഉദ്ധരണിയിൽ നാം കേട്ടതുപോലെ മുസ്ലിം രാജ്യങ്ങളെ ഉപദേശിക്കേണ്ടായി അവിടുന്ന്. ജസാക്കുമുല്ലാഹ് ജസാ.
പ്രേക്ഷകരെ, ഇന്ത്യൻ കശ്മീരിൽ നിന്ന് മുക്കറം മലിക് സാഹിബ് നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോനുല്ല സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. ചില അനഹമ്മദികൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഖിലാഫത്തിൻ്റെ നിയമത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങളുമായിട്ട് ബന്ധിതമാണോ? ഇത് മസീഹ് മൗഊദിൻ്റെ സന്താനങ്ങളില്ലാതെ അത് അവർക്ക് ബാധകമാണോ? മൗലാന താരിഖ് അഹമ്മദ് സാഹിബിനോട് മറുപടി പറയാൻ അപേക്ഷിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അനഹമ്മദികളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം അടിസ്ഥാനപരമായിട്ട് ഇത് തെറ്റാണ്. അടിസ്ഥാനപരമായിട്ട് കാരണം ജമാഅത്ത് അഹമ്മദിയയിലെ ആദ്യത്തെ ഖലീഫ, തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഖലീഫ ഹസ്രത്ത് മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ കുടുംബത്തിൽ നിന്നോ സന്താനങ്ങളിൽപ്പെട്ട ആളായിരുന്നല്ല. അദ്ദേഹം ജമ്മുവിൽപ്പെട്ട ആളായിരുന്നു. ഇന്ത്യയിലെ വളരെ പ്രധാന സുപ്രസിദ്ധനായ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം, ജ്ഞാനിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം അനാമത് ഉന്നയിക്കുന്നത് അത് അടിസ്ഥാനപരമായി തെറ്റാണ്. അത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാം മസീഹ് മൗഊദിൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രമാണ് ഖലീഫ ആണെന്നുള്ളത് തെറ്റാണ്, ശരിയല്ല. അത് രണ്ടാമത്തെ ചോദ്യം, ചില പിന്നീട് ഉണ്ടായ ഖലീഫമാർ, രണ്ടാമത്തത് മൂന്നാമത് നാലാമത്തെ ഖലീഫ, അത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ മക്കളിൽ സന്താനങ്ങളിൽപ്പെട്ടവരാണ്. എന്നാൽ ഇതും ആക്ഷേപാർഹമായൊരു സംഗതിയല്ല. കാരണം ഖുലഫായ റാഷിദീങ്ങളെ നോക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു തിരുമേനിക്ക് ശേഷം വന്ന ഖലീഫമാർ, അതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ നബി സ്വല്ലല്ലാഹു തിരുമേനിയുടെ ബന്ധുക്കളായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു തിരുമേനിയുടെ അമ്മൂശനായിരുന്നു, ഭാര്യാപിതാവായിരുന്നു. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു തിരുമേനിയുടെ ഭാര്യാപിതാവായിരുന്നു. ഹസ്രത്ത് ഹഫ്സ റളിയല്ലാഹു തിരുമേനിയുടെ ഭാഗമാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നൂറൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം റസൂൽ തിരുമേനിയുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചവർ ആണ്. അതുകൊണ്ട് തന്നെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹും റസൂൽ തിരുമേനിയുടെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ്. അത് ഫാത്തിമയെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ജമാഅത്ത് അഹമ്മദിയുടെ ഖലീഫമാരെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അവർ ഇതും നോക്കുക, ഖുലഫായ റാഷിദീങ്ങൾ അവർക്കും ഈ ആക്ഷേപം ബാധകമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ അവർക്ക് നുബുവത്തിലും ആക്ഷേപം ഉണ്ടാകും. കാരണം ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മക്കളും നബിമാരായിരുന്നു. അള്ളാഹു അവരെയും നബിമാർ ആക്കുകയുണ്ടായി. ഹസ്രത്ത് ഇസ്മായിൽ, ഹസ്രത്ത് ഇസ്ഹാഖ്. അതുപോലെ തന്നെ അവരുടെ തലമുറ പിന്നീട് ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം നിയോഗിതനായി. പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൽ അള്ളാഹു അദ്ദേഹത്തെയും തിരുമേനിയും നബിയായി നിയോഗിച്ചു. അപ്പോൾ നുബുവത്തിലും ഇങ്ങനെ ആക്ഷേപമുണ്ടാവും. ഒരേ ഖാൻദാനിൽ തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നബി വന്നു. പിന്നീട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം മുഖേന നമുക്ക് ദുആയും പഠിപ്പിച്ചിട്ടുണ്ട്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, നീ എൻ്റെ സുരിയത്ത്, എൻ്റെ തലമുറ, എൻ്റെ സന്താനങ്ങളെ അവരിൽ നിന്ന് മുഅ്മിനീങ്ങളെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തികളെ നീ നിയോഗിക്കണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പിന്നെ അള്ളാഹു തന്നെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് അത് മുഅ്മിനീങ്ങളുടെ, കാരണം മുഅ്മിനീങ്ങളുടെ ഖിയാദത്തും നേതൃത്വവും എൻ്റെ സന്താനങ്ങളും ഉണ്ടാവണമെന്ന്. അപ്പോൾ ഈ ആക്ഷേപം എന്ന് പറയുന്നത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ സന്താനങ്ങളിൽപ്പെട്ടവരാണ് ഖലീഫമാരുണ്ടാവുക എന്നുള്ളത് ഇത് ഒരു നിലവാരമുള്ളൊരു ചോദ്യമല്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനദണ്ഡവുമില്ല ജമാഅത്ത് അഹമ്മദിയയിൽ. ഇത് ഖലീഫ അള്ളാഹുവാണ് ഖലീഫ നിശ്ചയിക്കുന്നത്. വളരെ ഏറ്റവും കൂടുതൽ ഭക്തനും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് വളരെ ശക്തമായ ബന്ധമുള്ള ആ വ്യക്തിയെയാണ് അള്ളാഹു ഖലീഫയായിട്ട് ലോകത്ത് നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു ആ മഹനീയ സ്ഥാനം നൽകി അനുഗ്രഹിക്കുന്നു എന്നതാണ് സത്യം. ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ അവരെ മനസ്സിലാക്കട്ടെ. ജമാഅത്ത് അഹമ്മദിയെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്നവർ നബി സ്വല്ലല്ലാഹു തിരുമേനിക്ക് ശേഷമുണ്ടായ ഖുലഫാ റാഷിദീങ്ങളിലും ഈ ആക്ഷേപം വന്നു ചേരുന്നുണ്ട്. അതും പിന്നീട് ആക്ഷേപാർഹമായ സംഗതിയെ തീരും. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്
അള്ളാഹുവിൻ്റെ അമ്പ്യാക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ സന്താനങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള തൻ്റെ ഉമ്മത്തിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഖുറാൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് ആക്ഷേപാർഹമായ കാര്യം ഇതിലില്ല. ജസാക്കുമുല്ലാഹ് ജസാ. എൻ്റെ അടുത്ത ചോദ്യം കെ താരിഖ് അഹമ്മദ് സാഹിബിനോടാണ്. ഇന്നത്തെ സാഹചര്യത്തിലും മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാലും. ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ സൂറത്തുൻ നൂറിൽ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവചനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അത് അള്ളാഹു മറ്റൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വലയുമക്കിനന്ന ലഹും ദീനലഹും ലിസ്തസാലഹും എന്നുള്ളതാണ്. അതായത് ദീനിൻ്റെ പ്രബലതയ്ക്കായിട്ട് സംവിധാനവും അള്ളാഹു ഖിലാഫത്ത് മുഖേന സംജാതമാക്കുന്നതാണ്. ഇന്ന് ഉമ്മത്ത് മുസ്ലിമയിൽ മുസ്ലിങ്ങൾക്കും അവർ ഇസ്ലാമിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിൻ്റെ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് സംബന്ധിച്ച് നിർബന്ധമാണ് അവർ ജമാഅത്ത് അഹമ്മദിയിലേക്ക് വരിക എന്നുള്ളത്. ഇന്ന് ലോകത്ത് സ്ഥാപിതമായിട്ടുള്ള ഖിലാഫത്ത്, ആ ജമാഅത്ത് അഹമ്മദിയുടെ ഖിലാഫത്തിൻ്റെ രൂപത്തിൽ അതിൻ്റെ തണലിൽ വരിക എന്നുള്ളതാണ്. അത് മുഖേന ലോകത്ത് അവർക്ക് സമാധാനത്തോടു കൂടി സൗഖ്യത്തിലൂടെ കഴിയാവുന്നതാണ്. നമ്മൾ ഹദീസ് പാരായണം ചെയ്യുമ്പോൾ അതിൽ ഹുസൈഫ ബിൻ യമാൻ അല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള പരാമർശം കാണാം. അദ്ദേഹം പറയുന്നു, പലരും നന്മകൾ സംബന്ധിച്ച് ഞാൻ തിന്മയെ സംബന്ധിച്ച് ചോദിക്കാറ്. അതുകൊണ്ട് എൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത് നമ്മൾ തിന്മയെ തിരിച്ചറിയുകയും തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുക എന്ന് ഞാൻ എപ്പോഴും റസൂലുള്ളാഹിയോട് തിന്മയ്ക്കൊന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം പല ചോദ്യങ്ങളും ചോദിച്ചു. നമ്മുടെ കാലത്ത് ജാഹിലിയത്തിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയത്തിന് ശേഷം ഇനിയും ഷെറുണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ ഇതിന് ശേഷവും ഒരു കാലഘട്ടം വരുന്നതാണ്, ഷെറിൻ്റെ കാലഘട്ടം ഉണ്ടാകുന്നതിനാൽ ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണുകയാണ് ഇങ്ങനെ ഫിത്നയും ഫസാനുമുള്ള ഒരു കാലഘട്ടം ഞാൻ കണ്ടാൽ ആ സമയത്ത് എനിക്കെന്താണ് ഉപദേശം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ തൽസിം ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമുഹും, അതായത് നിനക്ക് നിർബന്ധമാണ് നീ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ നീ ബന്ധപ്പെടുത്തുക, അദ്ദേഹത്തിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ ഇമാമിനെ നീ കീഴ്പ്പെടുക. അതായത് നീ ഫിത്നയുടെയും ഫസാദിൻ്റെയും കാലഘട്ടം കാണുകയാണെങ്കിൽ നിനക്ക് നിർബന്ധമാണ് നീ മുസ്ലിങ്ങളുടെ ജമാഅത്തിനെ നീ ബന്ധപ്പെടുക, ആ ഇമാമിനെ നീ അനുസരിക്കുക. ഇന്ന് മുഴു ലോകത്ത് നമ്മൾ കണ്ണോടിച്ചാലും കാണാൻ സാധിക്കും. ഇന്ന് ലോകത്ത് ഫസാദും ഫിത്നയുണ്ട് നമുക്കറിയാം. എല്ലാ മുസ്ലിങ്ങളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ ഇമാമിനെ അവർ അന്വേഷിക്കട്ടെ. ഇന്ന് മുഴു ലോകത്തും അഹമ്മദ് ജമാഅത്ത് ഒഴിച്ച് മറ്റൊരു ജമാഅത്തിൽ ഒരു മുനസ്സമായിട്ടുള്ള വ്യവസ്ഥാപിത ജമാഅത്ത് ഇല്ല. അത് ഒരു ആഗോള നേതാവ് ഉള്ള ഒരു ജമാഅത്ത് അഹമ്മദിയുടെ മറ്റൊരു പ്രസ്ഥാനം ലോകത്തില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് അഹമ്മദിയ അത് ജമാഅത്ത് മുസ്ലിമീൻ്റെ എന്ന നിലയിൽ ലോകത്ത് സ്ഥാപിതമാണ്. അതിനൊരു ആത്മീയ നേതാവ്, ഒരു ഇമാമുണ്ട്. അത് ഖലീഫത്തുൽ മസീഹാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണത്. ഈ മുഴു ലോകത്തിനും ഒരു ആഗോള നേതാവ്, ഹദീസിൽ പറഞ്ഞതുപോലെ നമുക്ക് ജമാഅത്ത് അഹമ്മദിയയുടെ ഖലീഫ അല്ലാണ്ട് മറ്റൊരു ഇമാമിനെ കാണാൻ സാധ്യമല്ല. മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അവർക്ക് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ ഇമാം മഹ്ദി അന്വേഷിക്കുന്നുണ്ടോ? അവർ ഹദീസ് വായിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സമാധാനത്തിൻ്റെ അതായത് സമാധാനം എന്നുള്ളത് ഇമാം മഹദി യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇമാം മഹദി വന്നിരിക്കുന്നു എന്നാണ് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണത്. അദ്ദേഹം ഇമാം മഹദിയും മസീമോദാണെന്നും വാദം ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അടയാളങ്ങളും പ്രകടമാകേണ്ടത്. ഇന്ന് ജമാഅത്ത് അഹമ്മദി മുഴുവൻ ലോകത്തും ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ അടയാളങ്ങളും കണ്ടുകൊണ്ട് ഉമ്മത്ത് മുഹമ്മദിയെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇസ്ലാം അഹമ്മദിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് ജമാഅത്തുൽ മുസ്ലിമീനെ തിരിച്ചറിയുന്നതിന് അതുകൊണ്ട് ആ ഒരു ഇമാമിനെ തിരിച്ചറിയേണ്ട ആവശ്യമാണുള്ളത്. ഇന്ന് ഫിത്നയും ഫസാദും എന്ന ലോകത്തുള്ള അവസ്ഥ
മുസ്ലിം ഭരണാധികാരികളുണ്ട്. എന്നാലും ഒക്കെ ഇന്ന് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഒരു ചുവടും അവർ വെക്കുന്നില്ല. എന്നാൽ ഇന്ന് 50-ലധികം മുസ്ലിം രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടെങ്കിലും അവരിൽ പരസ്പരം ഐക്യം അവരിലില്ല. ഹുസൂർ തിരുമനസ് അവർക്ക് ഒന്നാമതായി ഉത്ബോധനം ചെയ്തത് ഒരു ഉമ്മത്താണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഹുസൂർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വെറും തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, ഒരു ഉമ്മത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുമേനി ആഗതനായത്. ഹുസൂർ പല ഭരണാധികൾക്കും മുസ്ലിം ഭരണാധികൾക്കും രാഷ്ട്ര തലവന്മാർക്കും പറയുകയുണ്ടായി, നിങ്ങൾ ഒരു കലീമയെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ഖുർആൻ ഒന്നാണ്, നിങ്ങളുടെ നബി ഒന്നാണ്, നിങ്ങളുടെ കലീമ ഒന്നാണ്, പിന്നെ നിങ്ങൾ പരസ്പരം എന്തുകൊണ്ട് ഒന്നായി തീരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പരസ്പരം ഐക്യവും യോജിപ്പും നിങ്ങൾ പരസ്പരം സംജാതമാക്കുന്നില്ല? ഹുസൂർ അവരെ ഉപദേശിക്കേണ്ടായി. ഹുസൂർ പറയുകയാണെങ്കിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമാരെയും താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഉമ്മത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാധാന്യം നൽകുക. മറ്റ് പല രാജ്യങ്ങൾ നോക്കുമ്പോൾ അവരവരുടെ പ്രാദേശികമായ രാഷ്ട്രീയത്തിന് വേണ്ടിയും ലൗകികമായ പ്രയോജനം അല്ലെങ്കിൽ ഉമ്മത്തിൻ്റെ താല്പര്യം അതിനവർ മാറ്റിയിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കാണ് അവർ പ്രാമുഖ്യം നൽകുന്നത്. ഉമ്മത്തിൻ്റെ താല്പര്യങ്ങളായിരിക്കണം എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഹുസൂർ തിരുമനസ് മറ്റൊരു അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ അനാവശ്യമായിട്ട് ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഹുസൂർ പറഞ്ഞത്. അതായത് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, ആ ശക്തികൾ, അവർ തങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് അവരെ ഹുസൂർ പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കുക, നിങ്ങൾ അവരെ ആശ്രയിക്കുന്ന നിർത്തുക. അവർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി പല ഡിമാൻഡുകളും ചെയ്യും. ഹുസൂർ പറയുകയുണ്ടായി, നിങ്ങൾ അവരെ ആശ്രയിക്കുന്ന നിർത്തുക. ഹുസൂർ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതും ഇന്നിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗൾഫിലും പല രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിൽ അവിടെ പലതരത്തിലുള്ള അന്യായങ്ങളും അനീതിയും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മുസ്ലിം മസ്ലൂമാണ്, മുസ്ലിങ്ങൾ അവിടെ ആക്രമിക്കപ്പെട്ടവരാണ്. അവിടെ 50 രാഷ്ട്രങ്ങൾ മുസ്ലിങ്ങളുണ്ടായിട്ടും അവരിൽ ഐക്യമില്ലാത്തത് കാരണം അവരുടെ ശബ്ദത്തിലും ഒരു ശക്തി ഇല്ലാതായിത്തീരിക്കുന്നു മുസ്ലിം രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് ഹുസൂർ പറയുന്നു, നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശബ്ദമുയർത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഹുസൂർ പറയുകയുണ്ടായ നീതിയും ന്യായവും മുസ്ലിം രാജ്യങ്ങളിൽ അത് സ്ഥാപിക്കപ്പെടണം. ഹുസൂർ തിരുമനസ് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഹുസൂർ പറയുകയുണ്ടായി ദുആ ചെയ്യുന്നതിലേക്കും പ്രത്യേകം ശ്രദ്ധ തിരിക്കുകയുണ്ടായി. ദുആ ഇല്ലാതെ സൽക്കർമ്മം നിങ്ങളിൽ ഉണ്ടാവുന്നതല്ല, ദുആ ഇല്ലാതെ നിങ്ങളിൽ ഐക്യം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഹുസൂർ പ്രത്യേകമായി ദുആയിലേക്ക് പ്രത്യേക ശ്രദ്ധ തിരിക്കുകയുണ്ടായി. ഹുസൂർ ഈ അടുത്തുള്ള ഒരു ഖുതുബയിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് തൗഹീദ് സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ തിരിക്കുകയുണ്ടായി. ഹുസൂർ പറയുകയാണെങ്കിൽ ഐക്യത്തിൻ്റെ വേര് തന്നെ തൗഹീദാണ്. നിങ്ങൾ അല്ലാഹുവിൽ തവക്കലുണ്ടെങ്കിൽ, ദീനിന് മുൻഗണന നൽകുകയാണെങ്കിൽ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രങ്ങളിൽ യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങളുടെ ശബ്ദത്തിനും ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി, ദുആയും അനിവാര്യമാണ്, ഐക്യവും അനിവാര്യമാണ്, സൽക്കർമ്മവും അനിവാര്യമാണ്. ഇതൊക്കെ ഇമാമുസ്സമാനിൽ വിശ്വസിക്കുന്നതിൽ മാത്രമേ അതിൻ്റെ ഫലമായിട്ട് മാത്രമേ മുസ്ലിങ്ങൾ സംജാതമാവുകയുള്ളൂ. ഹുസൂർ തിരുമനസ് അവർക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്, മുസ്ലിം രാഷ്ട്രങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിലെ ഇമാം ഹസ്രത്ത് മിർസാ ഗുലാം മുഹമ്മദ് സാബ് ഖാദിയാനി, മസീമോദ്, മഹദി മഹൂദ്, ഇമാം മഹദി അലൈഹിസ്സലാമിൻ്റെ നിയോഗം സംഭവിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനും ഹദീസും അതിലൊക്കെ അതിൻ്റെ അടയാളങ്ങൾ, പറയപ്പെട്ട അടയാളങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമിൻ്റെ ശക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിൻ്റെ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമാണ് നിങ്ങൾ ഇമാം മഹദി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് ശേഷം വന്ന ഖിലാഫത്തിൽ ആ ഖിലാഫത്തിൻ്റെ കുടുക്കിയിൽ വരികയും ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അനിവാര്യമാണ്. അപ്പോൾ മാത്രമേ ലോകത്ത് സമാധാനം സ്ഥാപിതമാകുകയുള്ളൂ. എന്തെന്നാൽ അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഈ ഒരു കോട്ട എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കോട്ടയിൽ വരുന്നത് ഒരു മുസ്ലിമിന് വളരെ സുരക്ഷിതമായ കഴിയാൻ സാധ്യമുള്ളൂ. ലോകത്തിൻ്റെ പലതരത്തിലുള്ള ഗൂഢപദ്ധതികളും പല ഫിത്നകളും ഫസാദുകളും അതിൽ നിന്നൊക്കെ സുരക്ഷിതരായി തീരാൻ സാധിക്കുകയുള്ളൂ. ജസാക്കുമുല്ലാഹ് ഹസനൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ വിനീതൻ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അരുൾ ചെയ്യുന്നു,
ഞാൻ അള്ളാഹുവിൻ്റെ മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും അവസാനത്തെ മാർഗമാണ്. അവൻ്റെ പ്രകാശങ്ങളിൽ വെച്ച് അവസാനത്തെ നൂറാണ്. എന്നെ ഉപദേശിക്കുന്നവന് നിർഭാഗ്യവനാണ്. എന്തെന്നാൽ ഞാനില്ലാതെ എന്നെ കൂടാതെ എല്ലാം ഇരുട്ടാണ്. കിഷ്ടിന്നു എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരണം. പ്രേക്ഷകരെ, ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया